സൃഷ്ടി കഴിഞ്ഞു, വരാം. അയ്യയ്യേ, എന്തോ നാടാ ഇത്? എന്തോന്ന് അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത്? ബൈ ശിവൻ അണ്ടകടാഹം. എന്തോ നാടാ ഇതിന്റെ അർത്ഥം? ഇതിന് പറ്റിയ പേര് പോക്കർത്തരെന്ന. കണിയാനെ പിടിച്ച് തെങ്ങി കയറ്റിയ ഇതുപോലെ ഇരിക്കും. ഈ ചോപ്പുണ്ടോ? ഇതാണ് ഭൂമി. വിയറ്റ്നാമിലും ക്യൂബയിലും തെറിച്ചു വീണ മനുഷ്യരക്തം ഭൂമിയെ ചോപ്പിച്ചിരിക്കും. പച്ച, ഇതാണ് പ്രതീക്ഷ. കറുപ്പ് ആകാശം. ഈ കറുപ്പ് പൊല്യൂഷൻ കാരണം ആകാശം ഇരുണ്ടുകൂടിയിരിക്കുന്നതാണ് സങ്കല്പം. ഈ മഞ്ഞ എത്തായിരിക്കും. അതെ, അല്ല, മൗനം, മൗനം. പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത നിരാലംബരായ മനുഷ്യരുടെ നിശബ്ദമായ രോദനം. എന്തൊരു ഭാവന. പണ്ണാൻ കേട്ട എന്തെങ്കിലും തോന്നിയാസം കുത്തിവരച്ചിട്ട് മോഡേൺ ആക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായില്ല. മനസ്സിലായില്ല. മനസ്സിലാക്കി. ഇതാണ് മുദ്ര. മുദ്ര, കൈമുദ്ര. വണ്ടർഫുൾ ശിവൻ. ഇറ്റ്സ് വണ്ടർഫുൾ. ജീവിതമാണ് എന്റെ ചിത്രം, ചിത്രമാണ് എന്റെ ജീവിതം. അച്ഛാ, 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 ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാ. കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം. കാശ് വേണം. കാശ് എന്റെ ഉണ്ട്. അത് ഞാൻ സമ്മതിക്കത്തില്ല. കല്യാണം കഴിയുന്നവരെയുള്ള എല്ലാ ചെലവും സർദാർ കൃഷ്ണക്കുറുപ്പ് വഹിക്കും. എന്നെ നീ പിച്ചക്കാരനാകാടെ. അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ചെലവ് ഇവിടെ തന്നെ താമസിക്കുമെങ്കിൽ അതും ഞാൻ വഹിക്കും. ഇവിടെ അല്ലാതെ വേറെ എവിടെ താമസിക്കുക? എനിക്ക് വളരെ സന്തോഷം. ഞങ്ങൾക്ക് ആകെയുള്ള ഒരു മോളാ. കുഞ്ഞിവിടെ തന്നെ താമസിക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടം. അല്ല, കല്യാണക്കാര്യം അമേരിക്കയിലുള്ള എല്ലാവരെയും അറിയിച്ചോ? എല്ലാരും അറിയിച്ചു. മിക്കവാറും ഒരു 100-500 അമേരിക്കക്കാര് പന്തല് കാണും. പന്തല് നല്ല വെളുവെള്ളാന്നിരിക്കും. വെളുക്കട്ട് വെളുക്കട്ട്. ആ കോമക്കുറുപ്പിന് തല ഉയർത്തരുത്. കല്യാണത്തിന് ശേഷം ഉയരുന്ന എല്ലാ തലയും ഞാൻ താഴ്ത്തും. അത് മതി, അത് മതി. അങ്കിൾ, അങ്കിൾ, എനിക്കൊന്ന് ഫോൺ ചെയ്യണമായിരുന്നു. എവിടേക്ക്? ചുടുകാട്ടിലേക്ക്. അത് ഞാൻ ഫോണിന്റെ ഉടമയോട് പറഞ്ഞോളാം. എന്റെ മകളുടെ ഭാവി വരനോടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്ന ഓർമ്മ വേണം. കളി ഇപ്പൊ കാര്യമായോ? അങ്കിൾ, എനിക്ക് എന്റെ അച്ഛനോടൊന്ന് സംസാരിക്കണം. അച്ഛന്? ഏതച്ഛൻ? എന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞോളാം, തനിക്ക് വട്ടാണെന്ന്. അങ്കിൾ, ഇവനെ ഇതിന്റെ അകത്ത് കയറ്റി. ഇനി ഒരു സത്യം പറയാം, ഇവൻ സ്വല്പം മോഷ്ടിക്കുന്ന കൂട്ടത്തിലാണ്. അങ്കിൾ, ഇവിടുന്ന് വല്ല സാധനം പോയപ്പോ എന്നെ കുറ്റം പറയരുത്. ഇറങ്ങി പോരാ കഴുതേ. വണ്ടിക്കൂലി കഴിച്ച് ബാക്കിയുള്ള കാശ് എടുത്തോ, നാട്ടിലേക്ക് ഒന്ന് കറങ്ങിട്ട് വാ. പോ 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 പോ. അങ്ങനെ ഞാൻ പോകുമെന്ന് നീ വിചാരിക്കണ്ട. ആ തക്കൻ നോക്കി കല്യാണം കഴിക്കാമെന്ന് മോഹിക്കും. മോഹിക്കും. അങ്കിൾ, ഇറങ്ങി പോടാ കഴുതേ. അങ്കിൾ, എന്ത് വന്നാലും അവനെ ഫോൺ ചെയ്യാൻ വിടരുത്. അച്ഛനോട് വല്ലതൊക്കെ വിളിച്ചു പറയും. അവൻ ഈ തറ ചവിട്ടത്തില്ല. അച്ഛ രൂപ, രൂപ. അല്ല വേണ്ട, ഇത് നീ അങ്ങ് വെച്ചോ. പോയിട്ടോ. മടി 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 മടി. പ്രിയപ്പെട്ട അച്ഛ, ഇവിടെ പ്രശ്നം ഗുരുതരമായിരിക്കുകയാണ്. ഇത്രയും കാലം നമ്മൾ പോറ്റി വളർത്തിയത് ഒരു വിഷപ്പാമ്പിനെയായിരുന്നു അച്ഛ. നമ്മുടെ ഡ്രൈവർ, അവൻ പാല് കൊടുത്ത കൈക്ക് തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ്. എല്ലാം നേരിൽ പറയാം. ഉടനടി ഇവിടെ എത്തുക, ഒട്ടും വൈകരുത്. ശോഭ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാനിപ്പോ വരാം. ശരി. സാർ, മേൽലാസം തെറ്റി. മേൽലാസം തെറ്റിന്ന് അമ്മാവനയക്കേണ്ട കത്ത് അച്ഛന്റെ മേൽലാസമായി പോയി. ആരെങ്കിലും ഒരാൾ വായിക്കട്ടോ, കാര്യം അറിഞ്ഞാ പോരെ. അല്ല സാർ, പിന്നെ മകളുടെ കല്യാണം നിശ്ചയിച്ചുള്ള കത്ത. പെണ്ണുമാറി കല്യാണം വന്നു. എന്താ അഡ്രസ്? KT നായർ, മലയിൽ ഹൗസ്, കുന്നംകുളം PO. താനൊന്ന് നോക്ക്, ഞാനും നോക്കാം. ഓ, ഇത് മാറ്റി KT നായർ, മിലിറ്ററി ക്വാർട്ടേഴ്സ്, ജമ്മു കാശ്മീർ. പുള്ളി യുദ്ധത്തിലാ. അതെ, ഹലോ, ഐ ആം അഡ്വക്കേറ്റ് ദാമോദരൻ. എനിക്ക് താങ്കളെ അറിയാം. അതിന് ഞാൻ വേണം. അല്ല, എനിക്ക് താങ്കളെ അറിയാം. കൃഷ്ണക്കുറുപ്പിന്റെ മകളെ കെട്ടാൻ പോകുന്ന അമേരിക്കക്കാരൻ. അപ്പുറത്തെ കാർ നിർത്തുന്നത് ഞാൻ കണ്ടു. കൃഷ്ണക്കുറുപ്പിന്റെ അച്ഛനും കോമക്കുറുപ്പിന് താങ്കളോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്. എന്ത് കാര്യം? കൃഷ്ണക്കുറുപ്പിന്റെ ചില കുടുംബ രഹസ്യങ്ങൾ. ഞാൻ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല.
അതിലും വലിയ വലിയ രഹസ്യങ്ങളുടെ ചുരുളഴിയുമോ എന്ന പേടിയായി കഴിയുന്നതിനായി ഞാൻ. അത് പറയുന്നത് താങ്കളെ രക്ഷിക്കാനാണ് ഇത് പറയുന്നതെന്ന് വിചാരിച്ചു. ഞാന് ഒന്നും പറയണ്ട, വന്നാട്ടെ. വേണ്ടേ? എന്നാ അങ്ങോട്ട് പോവാ. എല്ലാം പോളയാണ്. എവറിത്തിങ് എംപ്റ്റി. ആ വീടും അവൻ കൈയടക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തുക്കളും 3 മാസത്തിനകം ഞാൻ ജപ്തി ചെയ്യും. അതോടെ കൃഷ്ണക്കുറുപ്പ് തെരുവാധാരമാകും. IPC 47 ഖണ്ഡികയിൽ പറയുന്ന മരുമക്കത്തായ സമ്പ്രദായത്തിന്റെ സാധുതയെ ഞാൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. സ്വത്താഗ്രഹിച്ചിട്ടൊന്നുമല്ല ഞാൻ ശോഭയെ കെട്ടുന്നത്. എന്നാ ഞാൻ വേറൊരു കാര്യം പറയാം. ഒരു 6 മാസം മുമ്പ് ഒരു ദുബായ്ക്കാരൻ ചെറുക്കനെ കൊണ്ട് തന്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ആ കൃഷ്ണക്കുറുപ്പ് ഒരു വിദ്യാനെ തന്റെ വീട്ടിൽ കുറെ കാലം താമസിപ്പിച്ചിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അവൻ കല്യാണം കഴിച്ചില്ല എന്ന് മാത്രമല്ല, ആ പെണ്ണ് കുറെ കാലം ആശുപത്രിയിലായിരുന്നു. ബാക്കി കാര്യം ഞാൻ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ആ നിലയ്ക്ക് ഇങ്ങനെ ഒരു യച്ചി ബന്ധം വേണ്ടെന്ന് വെക്കുന്നതല്ലേ നല്ലത്? നമുക്ക് ആലോചിക്കാം. ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നീ ഇവിടെ? അളിയ നീ ഇവിടെ? എവിടെ? ഞാനിവിടെ അല്ലേ? ഹോട്ടലിൽ നിന്നൊക്കെ വിട്ടാ? ഹോട്ടലിൽ വിട്ടോ? അയ്യോ വിട്ടോന്നല്ല, ഹോട്ടലിൽ വിറ്റോന്ന്. എന്റെ ഷെയറിൽ അച്ഛൻ നമുക്ക് തന്ന ഹോട്ടലില്ലേ, അത് വിറ്റോന്ന്. നീ അറിഞ്ഞില്ലേ? നല്ല എമൗണ്ട് കിട്ടി ഇല്ലേ? ഇല്ലേ ഏട്ടാ? അതല്ല അതല്ല, പിന്നെ നീ ഇവിടുത്തെ പുതിയ ഡ്രൈവർ ആയിരിക്കും. അങ്കിൾ നല്ല രഹസ്യം ഡ്രൈവറാണ്, ഇവനെ വെച്ചാ മതി. എടോ താനെന്തൊരു വിട്ടിട്ട് പറയുന്നത്? എനിക്കറിയാം ഡ്രൈവർ ശംഭു. അല്ല അല്ല, ഞങ്ങൾ പണ്ട് ഒരുമിച്ച് പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് മാത്രമേ ഈ ടൊയോട്ടയും ബെൻസും ഇമ്പാലയൊക്കെ ഉള്ളൂ. അപ്പൊ അത് ഓടിച്ചാണ് ഞാൻ ഹോട്ടലും സ്കൂളിലൊക്കെ പോയിക്കൊണ്ടത്. അതുകൊണ്ട് പിള്ളേർ കളിയാക്കി എന്നെ ഡ്രൈവർ ശംഭു എന്ന് വിളിക്കും. എന്തൊരു ഓർമ്മ. പിന്നെ അമേരിക്കയിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇവനെ കാണുന്നത്. അളിയോ, ഞാൻ നിന്നോട് പറയാൻ മറന്നു, ക്ഷമിക്കണം. ഞാൻ അമേരിക്കയിൽ പോയി, അമേരിക്കയിൽ നിന്ന് വന്നു. നിന്നെ കണ്ടുകൊണ്ട് സന്തോഷം കൊണ്ട് കണ്ണു പറയുന്നു. ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല. നീ ഇവിടെ എങ്ങനെ വന്നു? അളിയാ, എനിക്കും ശരിയാവില്ല. നീ വാ. ആവൂല്ലെന്ന് മാത്രമല്ല, പലതും വെളിയിലാവും. അതെന്താ? സന്തോഷം കണ്ട് ഓവർ എക്സൈറ്റഡ് ആയി. ഈ ഓവർ എക്സസൈസ് ആയിട്ട് ഹാർട്ട് തകരാറാക്കരുത്. ഓപ്പറേഷൻ നിനക്ക് അങ്കിൾ ചേട്ടാ അരുണ, ഞങ്ങൾക്ക് പരസ്പരം പലതും സംസാരിക്കാനുണ്ട്. ഉണ്ടാവും. പഴയ സ്നേഹന്മാർ നമുക്ക് കാണും, പലതും പറയാം. ഇതിലെന്തോ ഒരു കോനിഷ്ടുണ്ടല്ലോ. എന്റെ മകളെ പറ്റി അനാവശ്യം പറഞ്ഞാൽ നിന്റെ കഥ ഞാൻ കഴിക്കും. നീ ഒരു പുല്ലും ചെയ്തില്ലടാ, പുല്ലേ. ഓമക്കുറുപ്പിന്റെ ചങ്കൂറ്റം എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. എന്റെ മരുമകനെ വലയിട്ട് പിടിക്കാൻ നോക്കുന്നതാണോടാ നിന്റെ നാറിയ ചങ്കൂറ്റം? നക്കി എരപ്പാളി. ഒന്നുകിൽ അല്ലെങ്കിൽ ഞാൻ, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നീ.
ഹലോ കേറ്റിയാന്നോ? ഇറക്കിന്നോ? അല്ല മിസ്റ്റർ കേറ്റിയുടെ വീടല്ലേ? ഹലോ, ഇത് സർദാർ കൃഷ്ണക്കുറുപ്പാണ്. സംഗതി സക്സസ് 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 എന്ന് പറഞ്ഞാൽ വിജയം പോയി. സംഗതി വിജയിച്ചു. ഒടുവിൽ നിങ്ങളുടെ മോൻ മുട്ടുമടക്കി. എന്റെ മോളെ അവന് വളരെ ഇങ്ങ് പിടിച്ചു. അല്ല, അവനവളെ പിടിക്കാതിരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ. അവനങ്ങനെ പെട്ടെന്ന് കയറി പിടിക്കുന്ന കൂട്ടത്തിലല്ല, അതുകൊണ്ടായി സംശയം ഉണ്ടായത്. എന്നാ പിടിച്ചെന്ന് മാത്രമല്ല, കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു. കല്യാണം ഉറപ്പിച്ചെന്നോ? ആരെ? അവനെ തന്തിയും തള്ളി കുടുംബക്കാരൊക്കെ ഉണ്ട്. എല്ലാരും ഉണ്ടെങ്കിൽ ഈ കല്യാണം നടക്കത്തില്ലെന്ന് അവൻ പറഞ്ഞു. കല്യാണത്തിന് ശേഷം അറിഞ്ഞാ മതി. നിങ്ങൾ എല്ലാരും ഇങ്ങോട്ട് വന്നാ ഈ കല്യാണം നടക്കത്തില്ല. കൊളമാക്കരുത്. അതെന്തൊരു ഏർപ്പാടാ? ഞങ്ങൾ വരും. അപ്പോൾ നടന്നു കാണാൻ ആഗ്രഹമില്ലല്ലേ? താന് നശിപ്പിച്ച ഇടം അല്ലയോ? വരണ്ട വരണ്ട. കല്യാണത്തിന് ശേഷം ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് വരാം. എന്നാ വേണ്ട. ഇനി ഞങ്ങൾ വന്നെന്ന് കരുതി കല്യാണം മുടങ്ങണ്ട. ഈശ്വര, എല്ലാം ഭംഗിയായി നടത്തിയേക്കണേ. നടന്നോളും. തന്നോട് ആരും പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കാൻ? മെഡിക്കൽ സയൻസിന് തെറ്റുപറ്റുകയില്ല. രോഗിയുടെ ഇഷ്ടം നോക്കിയല്ല ചികിത്സ നിശ്ചയിക്കേണ്ടത്. ഞാൻ ഇന്നലെ പരിശോധിച്ചപ്പോ പേഷ്യന്റിന്റെ ഹാർട്ട് ഒരു 747 തവണയാണ് മിടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞിട്ട് അവ അനുസരിക്കുന്നില്ല സാർ. എന്റെ പ്രിയപ്പെട്ട അനുജൻ ഓരോ നിമിഷം കഴിയും തോറും മരണത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കാൻ സാർ. എന്താ അവന് വിവരം മനസ്സിലാവാത്തത്? തന്റെ അനിയനല്ലേ, പിന്നെ ഇങ്ങനെ വിവരം കാണും അല്ലേ? ഓപ്പറേഷൻ സമ്മതിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് സാർ അങ്ങ് തീർത്ത് പറഞ്ഞാൽ മതി. നിവർത്തിയില്ലാതെ വരുമ്പോ അവ ഇറങ്ങിപ്പോവും. സമ്മതിക്കും. അതിന് ഉമ്മാർക്ക് ചിത്രകലയെ കുറിച്ച് വല്ലതും അറിയണ്ടേ? ശിവ, എന്താ മാവ? പുറപ്പെട്ടോളൂ. ഓരോ നിമിഷം കഴിയുന്തോറും മോളെ, എന്റെ മോളെ അകത്തേക്ക് പോയിക്കോളൂ. എനിക്ക് ശിവനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ മാവ? ഓരോ നിമിഷം കഴിയുന്തോറും നീ ചത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോ ഒരു രോഗമില്ല മാവ. മാത്രമല്ല, ഈ ഡോക്ടർ എനിക്ക് വലിയ വിശ്വാസമില്ല. മറ്റാരുടെയോ നിർബന്ധപ്രകാരം ഇദ്ദേഹം എന്നെ പരിശോധിച്ചാണെന്നും എനിക്ക് സംശയം. നിർത്തും. കഴിഞ്ഞ 5 വർഷമായി എന്നെ ചികിത്സിക്കുന്ന വിദഗ്ധനായ ഒരു ആർട്ട് സ്പെഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം. മെഡിക്കൽ സയൻസിന് തെറ്റുപറ്റുകയില്ല. കുറുപ്പ് സാറിന് അറിയാമോ? ബ്രോങ്കൈറ്റിസ്, പരാലിസിസ്, ബ്രെയിൻ ട്യൂമർ, ലിവർ ഫീവർ, വാദം, ലൂക്കേമിയ എന്നീ രോഗങ്ങളുടെ ഒരു മൂർത്തിമത് ഭാവമാണ് ഈ രോഗിയുടെ ശരീരം. അറിവുള്ളവർ പറഞ്ഞ അനുസരിക്കണം. ഇപ്പൊ തന്നെ ആശുപത്രി തിരിച്ചോളൂ. എനിക്കൊരു അസുഖവും ഇല്ല കുറുപ്പമാവ. സൗകര്യപ്പെട്ടാൽ ഇന്ന് രാത്രി തന്നെ ഞാൻ ഇവനെ ഓപ്പറേറ്റ് ചെയ്യും. മിക്കവാറും താൻ എന്റെ കയ്യിൽ കുറുപ്പ് സാർ എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് ആശുപത്രിയിൽ എത്തിച്ചു തന്നാ മതി. ശിവനോടാണ് പറഞ്ഞ ഡോക്ടറെ കൂടെ ചെല്ലാൻ. എന്റെ പൊന്നു കുറുപ്പമാവ, എനിക്കൊരു അസുഖം ഇല്ല. ഉണ്ട്. മുദ്രപത്രത്തിൽ അവനെ ഒപ്പിട്ടെടുത്ത് കാശ് ഞാൻ കൊടുത്തോളാം. തന്നോടാണ് ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ പറഞ്ഞത്. നീണ്ട കഥയുണ്ട്. കഥയൊന്നും എനിക്ക് കേൾക്കണ്ട. കേൾക്കണം. കേൾക്കണ്ട. അസുഖം ഉണ്ടോ നീ തന്നെ സമ്മതിച്ചല്ലേ? ചികിത്സിക്കാതെ രോഗം പെട്ടെന്ന് ഭേദമായോ? അന്ന് സമ്മതിച്ച അന്നത്തെ സാഹചര്യം അങ്ങനെ ആയി പോയതാണ്. എടോ, ഓപ്പറേഷൻ ചെയ്യാൻ താൻ ഇന്ന് ഇവിടെ ഞാൻ ഓപ്പറേഷൻ ചെയ്യാതെ തല്ലി പിന്നെ കർത്തവ്യം ആരാണെന്ന് എനിക്കറിയാം. എന്റെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന പെൺകുട്ടിയാണ് ശോഭ. ഏത് സാഹചര്യത്തിലും ശോഭ എന്നെ വെറുക്കയില്ലെന്ന് എനിക്ക് വാക്ക് തരണം. വെറുപ്പുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വിവാഹം വേണ്ടെന്ന് പറയാമായിരുന്നില്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് പെട്ടെന്നെല്ലാം മറക്കേണ്ടി വന്നാൽ ഇത് ഏത് കൊച്ചാണ് ഈ കിടന്ന് ഫോണടിക്കുന്നത്? വരൂ വരൂ, അകത്തേക്ക് വരൂ. നമസ്കാരം. നമസ്കാരം. വരൂ. തൊലച്ചു കെട്ടും കെട്ടി പന്നുകൊട്ടം പോലെ ഇറങ്ങിയിരിക്കാണല്ലേ? ഞാൻ പറഞ്ഞല്ലേ കല്യാണത്തിന് മുമ്പ് ഇങ്ങോട്ട് വരരുതെന്ന്. ഈ ഒറ്റ കാരണം കൊണ്ട് ഈ കല്യാണം നടന്നില്ലെന്ന് വന്നാലോ? പെറ്റ വയറിന്റെ ആദ്യം നിങ്ങൾക്ക് അറിഞ്ഞൂടാ.
ഇവളുടെ നിർബന്ധം കാരണം എനിക്ക് അവിടെ ഇരിക്കപ്പോഴും ഇല്ലാതായി കുറുപ്പ് സാറേ. ഞങ്ങൾ വന്നെന്നും പറഞ്ഞ അവൻ ഈ കല്യാണം വേണ്ടെന്ന് പറയില്ല. ഞാനാണ് അവന്റെ അഡ്വൈസറി. ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. അതുകൊണ്ടാ ഞങ്ങൾ മേനോൻ ചേട്ടനെയും കൂടെ കൊണ്ടുവന്നത്. അമേരിക്കക്കാരനായതുകൊണ്ടൊന്നുമല്ല, എന്റെ മോൾക്ക് അവൻ എന്ന് പറഞ്ഞ ജീവനാ. ഏയ് അതുകൊണ്ടൊന്നല്ല, അവൻ എന്റെ മോനാ. ആരും അവന് ഇഷ്ടപ്പെട്ടു പോകും. എന്റെയും മോന. അവരിവിടെ ഉണ്ടോ? ആ ഉണ്ട്. ശോവേ ശോവേ ശോ ഇവിടെ. ആ മോനെ മോളെ, നല്ലൊരു കാര്യം നടക്കാൻ പോവാണ്. എന്തായാലും ആ എന്തൊരു ഭംഗി, എന്തൊരു ചേർച്ച, എന്തൊരു പൊരുത്തം. ഇതെന്ത് പ്രശ്നം ഉണ്ടാക്കരുത്, ചൂടാവരുത്, ചളമാക്കരുത്. മോനെ, ഞാൻ ഇവരോട് വരണ്ടാന്ന് പറഞ്ഞ, പക്ഷെ വന്നു. ഇനി കാര്യങ്ങൾ മംഗളമായിട്ട് നടക്കണം. ഞാനാണ് പറഞ്ഞത്, ബോറാവരുത്. നിങ്ങൾക്കൊരു എടാ, നീ ഇവിടെ ഡ്രൈവർ ആയിട്ടല്ലേ വന്നത്? അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചു. അതല്ല ചുമ്മാരോ, ഞാൻ അവൻ ചൂടാകാൻ നോക്കുമ്പോ താനെ നശിപ്പിക്കുമല്ലേ. എന്റെ മോൻ എവിടെ? മോനെ ഞാൻ കാണിച്ചുതരാം. ഇങ്ങോട്ട് പറയുന്നേ, ദാ നിൽക്കുന്നു. അയ്യോ, ഇതല്ല. ഇതെന്റെ മോനല്ല. അയ്യോ, കല്യാണം അറിയിക്കണ്ടെന്ന് പറഞ്ഞെന്നും പറഞ്ഞ് സ്വന്തം മോനല്ലാന്ന് ഒരിക്കലും പറയരുത്. ഇതൊക്കെ ഒരു തമാശയല്ലേ. കള രണ്ടുപേരും മോനേന്ന് വിളിക്കാം. എന്റെ പട്ടി വിളിക്കേ. ഓഹോ, ഇതൊക്കെ പോരാഞ്ഞിട്ട് അതിനെ കുടിഞ്ഞ് കെട്ടിയെടുത്തിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ വീട്ടിനകത്ത് നായ്ക്കളൊക്കെ അങ്ങനെയല്ലേ എനിക്ക് തോന്നി. എന്താ തന്നെ ഇതിനകത്ത് കയറ്റിയുണ്ടോ? അല്ല, ഇവനെ കയറ്റിയതുകൊണ്ട്. എന്റെ ഡ്രൈവറായി വന്ന ഈ നായെ കയറ്റിയതുകൊണ്ട്. പറയടാ പിള്ളേരെ, മോനെവിടെ? അപ്പൊ ഇവനല്ലേ ഇങ്ങടെ മോൻ? അല്ല, അമേരിക്കക്കാരനാണോ? അവൻ തന്നെ. ഇവനല്ല. അവൻ തന്നെ. അവനല്ല ഇവൻ. പിന്നെ അവനെവിടെ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. എന്റെ മകൻ ഓ മാധവൻ എവിടെയെന്ന്. എം.എ. ധവാൻ. പറയടാ എന്റെ മോനെവിടെ? ഇവർ നമ്മളെ പറ്റിച്ചല്ലോ. എന്റെ തല ആരെങ്കിലും തുറന്നതാ. അയ്യോ, പിടിക്കാവനെ. എടാ സാമദ്രോഹി, മേലാലി പഴി ചവിട്ടിയാ നിന്റെ എല്ലി ഞാൻ തല്ലി ഓടിക്കും. അയ്യോ കുറുപ്പ് സാറവൻ പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. പോവും.